എല്ലാവർക്കും നമസ്തേ. ഈ അടുത്ത കാലത്തായി ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ചില അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗം ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP നേരത്തെ ഇപ്പോഴും ശക്തമായിട്ടിരിക്കുമ്പോഴും, ഭരണത്തിലല്ലെങ്കിലും ശക്തമായിട്ടിരിക്കുന്ന സമയത്തും സംഭവങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭവവാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJPയുടെ ഭരണം ഇപ്പം മൂന്നാം തവണ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഏതൊക്കെ രീതിയിൽ പയറ്റി നോക്കിയിട്ടും BJPയെ അധികാരത്തിൽ തുടർഭരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ, അതായത് BJPയുടെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ് BJPയുടെ മുദ്രാവാക്യം. അതുപോലെ തന്നെ ആരെയും പ്രീണിപ്പിക്കുന്നില്ല, എല്ലാവർക്കും തുല്യനീതി എന്നുള്ള മുദ്രാവാക്യം BJP ഉയർത്തുന്നുണ്ട്. അതായത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും തുല്യനീതി, അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇതില് നല്ലൊരു വിഭാഗം ജനങ്ങളും ഇതിൽ ആകർഷകരായിട്ടാണ് BJPക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഇപ്പോൾ മൂന്നാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇത് അധികാരമോഹികളായിട്ടുള്ള പ്രതിപക്ഷങ്ങൾ അവരുടെ ഇത്തരം അടുപ്പിച്ച് തുടർച്ചയായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ തുടർച്ചയായിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയതിൽ അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ സംഭവം. കാരണം അവർ ഒരു മത്സ്യത്തെ പിടിച്ച് വെള്ളത്തിന് വെളിയിലിട്ട് കഴിഞ്ഞാൽ, കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? അതിന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലൂടെ അധികാരവും അതിൽ കൂടി അഴിമതി നടത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. അവർ നേതാക്കന്മാരെ പിടിച്ചെടുത്താൻ കഴിയത്തില്ല. നമ്മൾ ഓരോ നേതാക്കന്മാരെയും പ്രത്യേകം എടുത്തു നോക്കുക. ഇവര് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇവരുണ്ടാക്കിയ സമ്പത്തുകൾ നമ്മളത് കേട്ടാൽ ഞെട്ടിപ്പോവും. ഓരോ MP-മാർ അല്ലെ നേതാക്കന്മാർ അവരുടെ തുടക്കകാലത്ത് എങ്ങനെ ആയിരുന്നു അവരുടെ സാമ്പത്തിക അവസ്ഥ, ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവര് അഴിമതി എന്നത് ഇവരുടെ പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചതുപോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പാർട്ടികൾക്ക് തുടർച്ചയായി കുറെ നാൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഇത് കാരണം ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ BJPയെക്കുറിച്ച് തെറ്റായ ഒരു ഇമേജ് ഉണ്ടാക്കുക, ബോധം ഉണ്ടാക്കിയിട്ട്, അതായത് അവർ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അവരെ ആക്രമിക്കുന്നു, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ഈ പള്ളികൾ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ പ്രചരണം നടത്താൻ അവർ സ്പോൺസർ ചെയ്ത് നടത്തുന്നതാണോ ഈ അതിക്രമങ്ങൾ എന്ന് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ നടക്കുന്ന അതിക്രമങ്ങൾ പ്രതിപക്ഷ കക്ഷികളുടെ സ്പോൺസറിങ്ങിൽ അരങ്ങേറുന്നതാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കണം, കണ്ടെത്തണം. അവരതിനായിട്ട് ചില വൈദികരെ തന്നെ വിലക്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മതപരിവർത്തനം, ഈ പാവപ്പെട്ടവരെ മതപരിവർത്തനം നടത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യയിലെ നിയമം പലർക്കും അറിയാം. ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് നമ്മുടെ ഇന്ത്യയിലെ പല സംഘടനകളും എതിരാണ്. അങ്ങനെയുള്ളപ്പോൾ അവനവന്റെ മതം നമ്മൾ ആചരിക്കുന്നതിൽ ഇന്ത്യയിൽ ഒരു വിലക്കുമില്ല. പക്ഷെ മറ്റൊരാളിനെ പ്രലോഭിപ്പിച്ചും ഒക്കെ മതപരിവർത്തനം നടത്തുന്നത് നല്ലൊരു ശതമാനം ജനങ്ങളും സംഘടനകളും എതിരാണ്, ഹൈന്ദവ സംഘടനകളും എതിരാണ്. അങ്ങനെ ഇരിക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ ചില വൈദികരെ വിലക്കെടുത്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു സംഭവം അവരെ കൊണ്ട് മതപരിവർത്തനം നടത്തിക്കാൻ, നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കാൻ ഈ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നതല്ലേ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പൊ ഈ വൈദികരെല്ലാവരും വിശുദ്ധരാണെന്ന് നമുക്ക് പറയാക്കത്തില്ല. എത്രയോ മെത്രാന്മാര് മോശമായിട്ട് പെരുമാറുന്നു. ജലന്ധർ ബിഷപ്പിന്റെ കാര്യം തന്നെ അറിയാം. മുൻ ബിഷപ്പിന്റെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്? നമ്മുടെ കേരളത്തിൽ തന്നെ പലരുടെയും പേരിൽ ഒരു വലിയൊരു മെത്രാന്റെ പേരിൽ ഭൂമി അഴിമതി വിവാദം ഉണ്ടായി. ഇങ്ങനൊക്കെ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് എല്ലാ വൈദികരും എല്ലാ പുരോഹിതരും അത്ര വിശുദ്ധരാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പണത്തിന്റെ പിറകെ പോകുന്ന വളരെയേറെ വൈദികരുണ്ട്. അത്തരം ആൾക്കാരെ വിലക്കെടുത്തിട്ട് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണോ എന്നുള്ള തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു നീക്കം നടത്തിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ അവരെ ഉപദ്രവിക്കുന്നു, അവർക്ക് നേരെ അതിക്രമം എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഈ അച്ഛന്മാർ, ഈ പുരോഹിതന്മാർ തന്നെ അതിനുള്ള വേദി ഒരുക്കുകയാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്നുള്ള കാര്യം വളരെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. എന്നിട്ട് ഇത് പുറത്ത് പ്രചരണം നടത്താൻ. അത് തന്നെയല്ല, ഇത് പല സംഭവങ്ങളും മറ്റെന്തോ സംഭവമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ വന്നിരിക്കുന്നത് പറയുന്നത് മാർച്ചിലെങ്ങാണ്ട് നടന്നതാണെന്ന് പറഞ്ഞു, വളരെ ഏറെ ദിവസങ്ങൾക്ക് മുമ്പ്. ഇത് സംഭവം നടന്നപ്പോൾ തന്നെ അങ്ങനെ ഈ രീതിയിലുള്ള ഇവർ പറയുന്ന പോലുള്ള സംഭവമാണെന്നുണ്ട്. ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഇത് ഇവർ പുറത്തു വരേണ്ടതല്ലേ, ഇവർ പരാതിയുമായിട്ട് വരേണ്ടതല്ലേ? 2-3 ആഴ്ച കഴിയുമ്പോൾ അല്ലെ ഒരു മാസവും കഴിയുമ്പോഴാണ് പരാതിയുമായിട്ട് വരുന്നത്. ഇതിന്റെ പിന്നിൽ തന്നെ വളരെ ദുരൂഹതകളുണ്ട്. ദുരുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് ഈ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും BJPയെയും RSSനെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണെന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് അത് വേറൊരു പ്രത്യേകതയും കൂടെ. CPM എന്ന് പറയുന്ന പാർട്ടി, അത് നമുക്കറിയാം, അത് തികച്ചും ദേശവിരുദ്ധ പ്രസ്ഥാനമാണ്, ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനമാണ്, ഹൈന്ദവ വിരുദ്ധ പ്രസ്ഥാനമാണ്. അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വിവാദവുമായിട്ട് ഇറങ്ങിത്തിരിച്ചത് അതിന്റെ പിന്നിൽ ശക്തമായ ഇവർക്കും കൈ കാണും എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോൾ കോൺഗ്രസ്, CPM, മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റ സഖ്യമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ എതിരിട്ടത്, BJPയെ എതിരിട്ടത്. അപ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അവരിൽ ഒരു പാർട്ടി, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് CPM-ഉം. അങ്ങനെയുള്ള CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത് തികച്ചും ദുരുദ്ദേശപരമാണ് നമ്മൾ ചിന്തിക്കാം. കാരണം ഈ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഇവരുടെ സമ്മേളനം നടക്കുന്നതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അവര് ഇന്ത്യയിൽ ഒരു അപ്രസക്തമായ പാർട്ടി ആരും ആരും ജനങ്ങളാകട്ടെ ആരും കാര്യമാക്കുന്ന പാർട്ടിയല്ല. ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് ചെയ്യുന്ന പാർട്ടിയല്ല. എങ്കിലും ഈ അവരുടെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ ജനങ്ങൾ അവിടെ ചെല്ലും, മാധ്യമങ്ങൾ അവിടെ ചെല്ലും. അപ്പോൾ അവിടെ ചർച്ച വരും. ഉടനെ ഇന്ത്യ മൊത്തത്തിലും ഇന്ത്യക്ക് വെളിയിലും ഈ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയല്ലേ ഇത്? ഇന്ത്യയെയും ഈ ഗവൺമെന്റിനെയും മോശക്കാരായി ചിത്രീകരിക്കുക, അവരെ ന്യൂനപക്ഷ വേട്ടക്കാരായി ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന കാര്യം ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. ഇതിനെ മോശമായി പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും ശക്തമായ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകണം. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയെ പ്രസക്തമല്ല. ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിനെ സ്നേഹിക്കുന്ന, ആ രാജ്യത്തെ ജനങ്ങളെ ജനാധിപത്യത്തെ മാനിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാവൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, പ്രത്യേകിച്ച് CPM-ന്റെ അവരുടെ പ്രവർത്തന പാരമ്പര്യം? ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക. അവരുടെ പാർട്ടി ഭരണഘടന തന്നെ ഈ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന പാർട്ടി ഘടനയല്ല. ഇപ്പൊ തന്നെ ഇവരുടെ തന്നെ ഒരു സഹോദര സംഘടന ഇവരോട്
തുല്യമായിട്ട് ഇരിക്കുന്ന ഒരു സംഘടനയാണ് ഈ ജാർഖണ്ഡിലും അവിടെ ഇവിടെ എല്ലാം നക്സലിസവുമായിട്ട് നടക്കുന്നത്. CPI-ML, ഇത് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവിടെ ഒളിപ്പോരും തീവ്രവാദം നടത്തുന്നത് CPI-ML കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അല്ലെന്നുണ്ട് CPI-M എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്. ഇത് CPM തമ്മിലുള്ള വ്യത്യാസം എന്താണ്? CPM വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്നു, അവർ പറയുന്നത് അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്, ഉന്മൂലന നാശമാണ്, വിപ്ലവത്തിൽ കൂടി അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം. ഇന്ത്യയിൽ അത് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രം. അവരുടെ പാർട്ടി ഭരണഘടന പോലും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികം. അത് ഇന്ത്യയെ അന്തർദേശീയ തലത്തിൽ നാണം കെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതിന് തടയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് ഒരിക്കലും ഒരല്പം പോലും സമയം പാഴാക്കാതെ കേന്ദ്ര സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ച് ഇത്തരം ദുഷ്പ്രചാരണങ്ങളെ ശക്തമായി തടയേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിനും ഏറെ ആവശ്യമുള്ള കാര്യമാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.